السلام عليكم ورحمة الله وبركاته. الحمد لله الكريم المعبود شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله العظيم. الله 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 अजमेर वालों सुल्तानों रे ख्वाजा मुईनुद्दीन चिश्तियों रे പാപികൾ ഞങ്ങളെ കാത്തിടണേ പാപികൾ ഞങ്ങൾക്ക് തുണയേകണേ. Allah 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 മുത്തോപ്പേട്ടയിലെ മുത്തായോരേ ദാവൂദുൽ ഹകീം വലിയുല്ലാഹി മമ്പൂറത്തെ മറബത്തുള്ള സയ്യിദ് അലവി തങ്ങളോരേ പാപികൾ ഞങ്ങളെ കാത്തിടണേ പാപികൾ ഞങ്ങൾക്ക് തുണയേകണേ. Allah 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 ഈ മഹത്തായ സംരംഭത്തിനും ഇതിനോടനുബന്ധിച്ചുള്ള
മഹത്തായ ധാരാളം ദീനീ പ്രവർത്തനങ്ങൾക്കും ഈ പ്രദേശത്തിന് അനുഗ്രഹമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അഭിവന്യരായ ഇല്യാസ് അഹ്സനി ഉസ്താദ് അവറുകൾ, നമുക്ക് സ്വാഗതം ആശംസിച്ച അഭിവന്യരായ ഉസ്താദ് അവറുകൾ, നമ്മുടെ മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പണ്ഡിത സുഹൃത്ത്, വേദിയിലും സദസ്സിലുമായി എത്തിയിട്ടുള്ള പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരിമാർ, അല്ലാഹു ജല്ല ജലാലുഹു ഇന്ത്യയുടെ അധിപരായ, ഇന്ത്യയുടെ സുൽത്താനായ ഖാജ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മഹത്തായ ഈ സംഗമം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ മുഴുവൻ ദീനീ സേവന പ്രവർത്തനങ്ങളും പടച്ച റബ്ബ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് മുഹിബ്ബീങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്നേഹികളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇതെല്ലാം മഹാനായ ഖാജ തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയതാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടും പ്രശംസിക്കപ്പെടേണ്ടതും പ്രകീർത്തിക്കപ്പെടേണ്ടതുമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ ശ്രവിച്ചതുപോലെ വലിയ വലിയ ഘടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും നമ്മുടെ അഭിവന്യരായ ഉസ്താദ് അവറുകൾ തനിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും മഹത്തായ ശ്ലാഘിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിന്റെ എല്ലാം വിജയശില്പി മഹാനായ ഖാജ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ തന്നെയാണ്. ഖാജ തങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചും അല്പം സംസാരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ യോഗ്യനല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം പരിശുദ്ധ ഇസ്ലാമിന്റെ സേവന രംഗത്ത് മുന്നോട്ടു പോകാൻ നമ്മുടെ ഉസ്താദ് അവറുകൾക്കും പ്രവർത്തകന്മാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരാ മഹാനായ ഖാജ തങ്ങൾ? ഖാജ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് 1% പോലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും പല സമയങ്ങളിലായി മാറി മാറി വരുന്നുണ്ടെങ്കിലും മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ അല്ല ജാതി മതഭേദമന്യേ എല്ലാവരുടെയും ഒരേ ഒരു പ്രധാനമന്ത്രി, ഒരേ ഒരു രാജാവ് ആര് മാത്രമാ? മഹാനായ ഖാജ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാ. നിങ്ങൾ കണ്ടില്ലേ, പാകിസ്ഥാൻ പ്രസിഡന്റ് അതേ ഭരണത്തിൽ കേറുന്ന സമയത്ത്, ആ ഭരണം സ്വീകരിക്കുന്ന സമയത്ത് വന്നു അജ്മീറിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് മഹാനായ ഖാജ തങ്ങളെ വിസിറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നില്ലേ ഖാജ തങ്ങളുടെ സമീപത്ത്? ആരാണ് മക്കളെ? മഹാനായ ഖാജ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന്
അവിടുത്തേക്ക് പദവി നൽകിയ മഹാനാ. ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോ നമ്മുടെ ഹാജാ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള മൗലിദിന്റെ ഗ്രന്ഥങ്ങളിൽ വരെ കാണാം. മഹാനായ ഹാജാ തങ്ങള് അവിടുന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാ. അന്നഹുഷ്താഖ ഇലാ സിയാറത്തി ജദ്ദിഹി സയ്യിദുൽ മുർസലീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ റൗദയിൽ ചെന്നുകൊണ്ട് അവിടുത്തെ വല്ലിപ്പയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു നേതൃത്വത്തെ ലോകം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മഹാനെ ഇന്ത്യ രാജ്യത്തിന് അള്ളാന്റെ റസൂല് സമ്മാനിച്ചിട്ടുണ്ടോ? ഗിഫ്റ്റ് ഓഫ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗിഫ്റ്റാണ് മക്കളെ. ഇന്ത്യ രാജ്യത്തിന് നൽകിയ ഗിഫ്റ്റാ ഖാജാ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് അവിടുന്ന് മദീനയിലേക്ക് അങ്ങ് പോകാൻ ആഗ്രഹിക്കുകയാ. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാ. മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കുന്നത് മദീനയിലെത്താനാ. മദീനയിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ പൊരുത്തം നേടാനാ. അത് നബി തങ്ങൾ തന്നെ പരാമർശിച്ചില്ലേ? അല്പം ഈമാൻ ഹൃദയത്തിലുണ്ടോ? ഇന്നൽ ഈമാൻ സ്വഹാബത്തെ അത് മടങ്ങുന്നത് എങ്ങോട്ടാ? ലയഗ്രിസു ഇലൽ മദീന. നിശ്ചയം ഈമാൻ മടങ്ങുന്നത് അത് മദീനയിലേക്കാണ്. ഈമാനിന്റെ നിറകുടമായ ഈമാനിന്റെ പ്രതീകമായ ഖാജാ തങ്ങളങ്ങ് റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് യാത്ര പുറപ്പെടുകയാ. അവിടുന്ന് ഫതവജ്ജഹ മിൻ ബഗ്ദാദിൽ നിന്ന് പുറപ്പെടുകയാ. മഅ ബഅദി മുരീദിഹി അൽ മുഹിബ്ബീൻ. റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്ന ഔലിയാക്കളെ സ്നേഹിക്കുന്ന അവിടുത്തെ ശിഷ്യഗണങ്ങളോടുകൂടെ ബഗ്ദാദിൽ നിന്ന് മഹാനായ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഗ്ദാദിൽ നിന്ന് മദീനയിലേക്ക് അങ്ങ് പുറപ്പെടുന്നു. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഖാജാ തങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദയിലേക്ക് ഒരു 2 സ്വലാത്ത് അങ്ങ് ചൊല്ലുക. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹ് അലൈക്കും നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള താണിയേ ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളെ ലില്ലാഹ് ശഫീഅ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഗ്ദാദിൽ നിന്നതാ മഹാനായ
മഹാനായ ഖാജാ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിലേക്ക് അങ്ങ് ചെല്ലുകയാ. സംഭവിക്കുന്നതെന്താ? റൗളയിലങ്ങെത്തി മഹാനായ ഖാജാ തങ്ങള് സുബ്ഹാനല്ലാഹ് റൗളയിലങ്ങെത്തിയ സമയത്ത് പെട്ടെന്ന് അങ്ങ് റൗളയിലേക്ക് അങ്ങ് ചെല്ലുന്നില്ല. മദീനയിലങ്ങ് ചെന്ന ഫബൈനമാ ഹുവ ഫീ ഹദറത്തിൽ മഖാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് അങ്ങ് ചെല്ലാതെ മദീനയുടെ ബൗണ്ടറിയിലങ്ങ് ചെന്ന റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് നബി തങ്ങള് അവിടുന്ന് വിളിച്ചാലല്ലാതെ മഹാന്മാര് പോകുന്നില്ല. ഇതല്ലേ മഹത്തുക്കളുടെ ചരിത്രം. നേരെ അങ്ങ് ചെന്ന് അദബില്ലാതെ റസൂലുള്ളാഹിന്റെ റൗളയുടെ സമീപത്തേക്ക് അങ്ങ് ചെല്ലുന്ന പ്രവണത അത് മഹാന്മാരുടെ ചരിത്രത്തിലില്ല. ഖാജാ തങ്ങൾ റസൂലുള്ള വിളിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാ. എന്റെ ഹബീബനെ ക്ഷണിച്ചാലല്ലാതെ ഞാൻ റൗളയിലേക്ക് ചെല്ലുന്ന പ്രശ്നമില്ല. ഫബൈനമാ ഹുവ ഫീ ഹദറത്തിൽ മഖാം. ഇതല്ലേ നിങ്ങൾ കേട്ടില്ലേ മഹാനായ മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് വലിയ സൂഫി വര്യന, എത്രയോ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ യൂസുഫ് നബഹാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ജാമിഉ കറാമാത്തിൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിലോ അവിടുന്ന് രേഖപ്പെടുത്തുകയാ. മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് മദീനയുടെ ബൗണ്ടറിയിൽ അങ്ങ് ചെല്ലുകയാ. എന്റെ ഹബീബനെ വിളിച്ചാലല്ലാതെ ഞാൻ മദീനയിലേക്ക് പ്രവേശിക്കൂല മക്കളെ. ഇതും പറഞ്ഞുകൊണ്ട് മദീനയുടെ ബൗണ്ടറിയിൽ അങ്ങ് നിൽക്കുകയാ മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് ചരിത്രം രേഖപ്പെടുത്തുകയാ. 21 ദിവസത്തോളം മദീനയുടെ ബൗണ്ടറിയിൽ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നതും കാത്തുകൊണ്ട് മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് അവിടുന്ന് വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഖാജാ തങ്ങളുടെ തനി ആവർത്തനമാ, ഖാജാ തങ്ങളുടെ അതേ പകർപ്പാ. സുബ്ഹാനല്ലാഹ്. ഖാജാ തങ്ങളുടെ വഴികാട്ടിയ മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് 21 ദിവസം കാത്തു നിൽക്കുകയാ. എന്റെ ഹബീബ് വിളിച്ചാലല്ലാതെ, എന്റെ ഹബീബിന്റെ അതേ പെർമിഷൻ ഇല്ലാതെ, എന്റെ ഹബീബിന്റെ സമ്മതമില്ലാതെ മക്കളെ ഞാൻ മദീനയില് കാലുകുത്തൂല എന്ന് ശപഥം ചെയ്തുകൊണ്ട് മദീനയുടെ ബൗണ്ടറിയിൽ അങ്ങ് നിൽക്കുകയാ. ആ റസൂലുള്ളാഹിനെ പ്രേമിച്ചത് കൊണ്ടല്ലേ ഖാജാ തങ്ങളായത്. ആരാ മക്കളെ ഖാജാ തങ്ങളാക്കിയത്? ആരാണ്? എന്റെ മുഹിബ്ബീങ്ങളെ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, ആരാണ് മഹാനായ ഖാജാ തങ്ങൾക്ക് ഇന്ത്യയുടെ പദവി നൽകിയത്, ഇന്ത്യയുടെ അധികാരത്തിന്റെ പദവി നൽകിയത്? അല്ലാഹുവിന്റെ റസൂലില്ലെങ്കിൽ ഇവിടെ ഖാജാ തങ്ങളില്ല, മമ്പുറം തങ്ങളില്ല, മുത്തുപേട്ടയിലെ തങ്ങളില്ല. അതല്ലേ മഹാനായ ഉത്തരേന്ത്യയിലെ ബറേലിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഹമ്മദ് റസാ ഖാൻ ഒരിക്കലങ്ങ് പാടിയില്ലേ, ഖാജാ തങ്ങൾക്ക് ഇവിടെ അധികാരം നൽകപ്പെട്ടത് ആര് മുഖേനയാ? സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. അവിടുന്ന് മുഹീദ്ദീൻ ശൈഖായത് ആരെ കൊണ്ടാ? പോകട്ടെ, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബിയായത് ആരെ കൊണ്ടാ? അബുൽ ബശർ ആദം അലൈഹിസ്സലാം, അവിടുന്ന് ആദം നബിയായത് ആരെ കൊണ്ടാ? ഈ പ്രപഞ്ചം ആർക്ക് വേണ്ടിയാ പടക്കപ്പെട്ടത്? അഹ്മദ് റസാ ഖാൻ റഹിമഹുല്ലാഹ് ഒരിക്കലും മദീനയിൽ അതാ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ നായകരെ വിളിച്ചുകൊണ്ട് അഹ്മദ് റസാ ഖാൻ റഹിമഹുല്ലാഹ് അവിടുന്ന് പാടുന്നു, യാ റസൂലല്ലാഹ് നബിയേ. ആർക്ക് വേണ്ടിയാണ് നബിയേ ഈ
കാണുന്ന സമുദ്രങ്ങള് പടക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാ? ആകാശങ്ങള് പടക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാ? ഔലിയാക്കളെ പടക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാ? അമ്പിയാക്കളെ പടക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാ? മുർസലീങ്ങളെ പടക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാ? യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് അവിടുന്ന് പറയുന്നു തുമാരേ ലിയേ തുമാരേ ലിയേ യാ റസൂലല്ലാഹ് അവിടുത്തേക്ക് വേണ്ടിയാ. അവിടുന്നില്ലെങ്കിൽ ഇവിടെ ഔലിയാക്കളില്ല, അവിടുന്നില്ലെങ്കിൽ ഇവിടെ അമ്പിയാക്കളില്ല, അവിടുന്നില്ലെങ്കിൽ ഇവിടെ മുർസലീങ്ങളില്ല. യാ റസൂലല്ലാഹ് ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കിയ മഹാനായ മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് അവിടുന്ന് മദീനയുടെ ബൗണ്ടറിയിലങ്ങ് 21 ദിവസം വെയിറ്റ് ചെയ്യുകയാ. 21ാമത്തെ ദിവസം അതാ സ്വപ്നത്തിൽ വരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ നൂറേ മുജസ്സം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. ജാമിഉ കറാമാത്തിൽ ഔലിയാ, ഔലിയാക്കളുടെ കറാമത്ത് ഒരുമിച്ച് കൂട്ടിയ ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസുഫ് നബഹാനി റഹിമഹുല്ലയുടെ ഗ്രന്ഥത്തിലാ ഈ ചരിത്രം രേഖപ്പെടുത്തുന്നത്. 21ാമത്തെ ദിവസത്തിലോ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മുഹമ്മദ് തങ്ങളുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഞാൻ പെർമിഷൻ തരണമെങ്കിൽ, മദീനയിലേക്ക് കടക്കാനുള്ള പെർമിഷൻ തരണമെങ്കിൽ മുഹമ്മദേ യമനിൽ നിന്നുള്ള യമനിലുള്ള 10 മഹാന്മാര് സിയാറത്ത് ചെയ്തു വാ. മഹാനായ മുഹമ്മദ് തങ്ങളോട് പറയാ, 21 ദിവസം മദീനയുടെ ബൗണ്ടറിയിൽ വെയിറ്റ് ചെയ്ത റസൂലുള്ളാഹിന്റെ പെർമിഷൻ ലഭിക്കാൻ മദീനയുടെ ബൗണ്ടറിയിൽ വെയിറ്റ് ചെയ്ത മഹാനായ മുഹമ്മദ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വന്നിട്ട് പറയാ, ആദ്യം പോയി യമനിലുള്ള 10 മഹാന്മാരെ വിസിറ്റ് ചെയ്തു വരൂ മുഹമ്മദേ. خمسة منهم الأحياء അവരിൽ 5 പേര് അവർ ജീവിച്ചിരിപ്പുണ്ട്. വഖംസത്തും മിൻഹും അൽ അംവാത് ബാക്കി 5 പേര് മരണപ്പെട്ടവരാ. ഈ മരണപ്പെട്ടതും ജീവിച്ചിരിക്കുന്നതുമായ 10 പേരെ വിസിറ്റ് ചെയ്തുകൊണ്ട് വായോ മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനം അങ്ങ് കേട്ടപ്പോ മഹാനായ മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് അവിടുന്ന് കുതിക്കുന്നു, യമനിലേക്ക് കുതിക്കുന്നു. യമനല്ലേ ഈമാനിന്റെ കേന്ദ്രം. ആ യമനിലേക്ക് കുതിച്ചുകൊണ്ട് യമനിൽ പോയി നബി തങ്ങൾ പറഞ്ഞ 10 മഹാന്മാരെ വിസിറ്റ് ചെയ്തിട്ട് മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് തിരിച്ചു വരികയാ. എന്നിട്ട് കടന്നോ മദീനയിലേക്ക്? ഇല്ല, തിരിച്ചു വന്നു. നമ്മൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ മദീനയിലേക്ക് അങ്ങ് ചെല്ലുമ്പോ എന്റെ നബി തങ്ങളുടെ പെർമിഷൻ വേണം എന്ന് നമുക്ക് വല്ലപ്പോഴും ചിന്ത വന്നിട്ടുണ്ടോ പ്രിയമുള്ളവരെ? എന്നാൽ മഹാനായ മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് അവിടുന്ന് യമനിൽ പോയി 10 പേരെ വിസിറ്റ് ചെയ്ത ഔലിയാക്കളുടെ പൊരുത്തവും സമ്പാദിച്ചു. ഞാൻ തീർത്തു പറയും, അല്ലാഹുവിന്റെ ഔലിയാക്കളില്ലാതെ ജീവിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ഔലിയാക്കളുടെ പൊരുത്തമില്ലാതെ ഏത് പ്രവർത്തനങ്ങൾ നടത്തിയാലും അത് സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദ് അവറുകൾ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അജ്മീറിൽ പോയി അവിടെയുള്ള പല പരിപാടികളിലും സംഗമിച്ചുകൊണ്ട് തിരിച്ചു വന്ന അൽഹംദുലില്ലാ ഇങ്ങനെയുള്ളൊരു സൽക്രമത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. മുഹമ്മദുൽ യാഫിഈ റഹിമഹുല്ലാഹ് യമനിൽ പോയി തിരിച്ചു വന്നിട്ട് ഇനി എനിക്ക് പ്രവേശിക്കാമല്ലോ എന്ന നിലക്ക് മദീനയിലേക്ക് പ്രവേശിച്ചില്ല. മദീനയുടെ ബൗണ്ടറി
ബൗണ്ടറിയിലെത്തി. ഇനിയും എന്റെ ഹബീബ് എനിക്ക് സമ്മതം തന്നാലല്ലാതെ ഞാൻ മദീനയിലേക്ക് പ്രവേശിക്കൂല. മുഹമ്മദുൽ യാഫഈ തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും യമനിൽ പോയി തിരിച്ചു വന്ന് 21 ദിവസം വീണ്ടും നിന്നു മദീനയുടെ ബൗണ്ടറിയിൽ. ആകെ 42 ദിവസം റസൂലുള്ളാഹിന്റെ പെർമിഷന് വേണ്ടി നിൽക്കുകയാണ്. യമനിൽ പോയി തിരിച്ചു വന്നിട്ട് വീണ്ടും അവിടെ നിന്നു. ഞാൻ പ്രവേശിക്കൂല, എന്റെ ഹബീബിന്റെ സമ്മതമില്ലാതെ. ആരാ മക്കളെ? മുഹമ്മദുർ റസൂലുള്ളാഹ്. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല പറഞ്ഞില്ലേ, ലോകത്തുള്ള ഒരൊറ്റ ഉമ്മാക്കും ഒരൊറ്റ ഉപ്പാക്കും അത്രയും സ്നേഹം തന്റെ പൊന്നുമക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഇവിടെ സ്നേഹം നൽകപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹം ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഒരു വിഭാഗമാണ് മാതാപിതാക്കൾ. അവർക്ക് പോലും തന്റെ കുഞ്ഞിന് റസൂലുള്ള കൊടുത്ത സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല അവിടുത്തെ മൻഖൂസ് മൗലിദിൽ പറഞ്ഞു, അന്താ ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖാതു യാ സയ്യിദി ഖൈറൻ നബി. നബിയേ അന്ത ഉമ്മൂൻ, അവിടുന്ന് ഞങ്ങളുടെ മാതാവാണോ നബിയേ? അവിടുത്തെ സ്നേഹം കാണുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ ഉമ്മാക്ക് തത്തുല്യമായ നേതാവാണോ എന്ന് തോന്നിപ്പോകുന്നു നബിയേ. അംഅബൂ, അല്ല ഞങ്ങളുടെ ഉപ്പയാണോ? പക്ഷേ ഞങ്ങൾ എങ്ങനെ ചിന്തിക്കുമ്പോ അവരുടെ സ്നേഹവും അവിടുത്തെ സ്നേഹവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല പറയുന്നു, മാ റഅയ്നാ ഫീഹിമാ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങൾ കണ്ടില്ല മിഥില ഹുസ്നിക, അങ്ങയോളം ക്വാളിറ്റി ഞങ്ങൾ കണ്ടില്ല നബിയേ. അപ്പൊ മാതാപിതാക്കളെക്കാൾ മീതെ നിൽക്കുന്ന, ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും കവർ ചെയ്ത് നിൽക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ലീഡറാ മക്കളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ പെർമിഷന് വേണ്ടി മഹാനായ മുഹമ്മദുൽ യാഫഈ റഹിമഹുല്ല യമനിൽ നിന്ന് തിരിച്ചു വന്നിട്ടോ അവിടുന്ന് കാത്തിരിക്കുന്നു. എന്റെ ഹബീബ് സമ്മതിക്കാതെ, എന്റെ നേതാവിന്റെ പെർമിഷൻ ലഭിക്കാതെ ഈ പാവപ്പെട്ട മുഹമ്മദിന് മദീനയിൽ കാലെടുത്ത് വെക്കാൻ സാധ്യമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് യമനിൽ നിന്ന് വന്നതിന്റെ ശേഷവും 21 ദിവസം റസൂലുള്ളാഹിന്റെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അതല്ലേ പ്രവാചക പ്രേമം എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അങ്ങനെ 21ാമത്തെ ദിവസത്തിലതാ കടന്നു വരുന്നു ലോകത്തിന്റെ നേതാവ്, ലോകത്തിന്റെ ഗുരുവര്യര് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് മുഹമ്മദുൽ യാഫഈ റഹിമഹുല്ലയുടെ കാത്തിരിപ്പിന് പരിസമാപ്തി മക്കള്. അവിടുത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലതാ സ്വപ്നത്തിൽ വന്നിട്ട് 21ാമത്തെ ദിവസമതാ മുഹമ്മദുൽ യാഫഈ തങ്ങളോട് പറയുന്നു, മുഹമ്മദേ മർഹബാ മർഹബാ, സ്വാഗതം, വെൽക്കം മുഹമ്മദ്, ഇനി വന്നോളൂ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള എന്ന് ക്ഷണിച്ചപ്പോ മഹാനായ മുഹമ്മദ് തങ്ങള് സന്തോഷം കൊണ്ട് അവിടുന്ന് കരഞ്ഞുപോയി.
എന്നിട്ട് പറയുന്നു സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം വരാ, മുഹമ്മദേ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഞാൻ ഈ ദുനിയാവില് അതേ അനഫി ദുനിയാ ഹബീബുക, ഈ ദുനിയാവിൽ ഞാൻ നിങ്ങളെ സ്നേഹിതനാ, വഫിൽ ജന്നതി വഫിൽ ആഖിറതി ശഫീഉക, ആഖിറത്തിൽ നിങ്ങളുടെ റെക്കമെൻഡ് നടത്തുന്ന ആളാ മുഹമ്മദേ ഞാൻ, വഫിൽ ജന്നതി റഫീഖുക, സ്വർഗീയ ലോകത്തിൽ നിങ്ങളുടെ ഫ്രണ്ടാണ് കേട്ടോ. മുഹമ്മദ് റഹിമഹുല്ലയോട് അല്ലാഹുവിന്റെ റസൂലങ്ങ് പ്രഖ്യാപിച്ചപ്പോ അവിടുത്തെ കണ്ണ് നനഞ്ഞു പോയി മക്കളെ. ഇത് ഇസ്ലാമിന്റെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണെങ്കിലോ തനി ആവർത്തനമല്ലേ. മഹാനായ ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീർ മാത്രമല്ല വാഴുന്നത്, ലോകമൊട്ടാകെ ഭരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്നു അജ്മീർ വാഴോ സുൽത്താനോരേ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയോരേ, അജ്മീർ വാഴോ സുൽത്താനോരേ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയോരേ, പാപികൾ ഞങ്ങളെ കാത്തിടണേ, പാപികൾ ഞങ്ങൾക്ക് തുണയേകണേ. ഖാജാ തങ്ങൾ കാത്തിരിക്കുകയാ, എന്റെ ഹബീബെന്നെ വിളിക്കാതെ ഞാൻ റൗളയിലേക്കില്ല. ആ മദീനയുടെ മഹത്തായ ലൊക്കേഷനിൽ അങ്ങ് ചെന്നുകൊണ്ട് ഖാജാ തങ്ങൾ വെയിറ്റ് ചെയ്യുകയാ. എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ ഹബീബ് വിളിക്കാതെ ഞാനില്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താ മക്കളെ. കൽബും തമ്മിലുള്ള ബന്ധമാ. അത് ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട് ലിസ്റ്റിൽ പെട്ട ഒരു ഫ്രണ്ട് അല്ല, കേവലം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ആത്മീയമായ ബന്ധമാണ്. ഖാജാ തങ്ങൾ കാത്തിരിക്കുകയാ. മുഹമ്മദുൽ യാഫി തങ്ങളോട് കാത്തിരിപ്പിന് പരിസമാപ്തി കുറിക്കപ്പെട്ടതുപോലെ ഖാജാ തങ്ങളുടെ കാത്തിരിപ്പിനതാ തിരശീല വീഴുന്നു. നൂദിയ മിനർ റൗള അൽ മുശറഫ, റൗളയിൽ നിന്നതാ വിളിക്കുന്നു, റൗളയിൽ നിന്നതാ വിളിക്കുന്നു. ആരാ മക്കളെ പറഞ്ഞത്? മരണപ്പെട്ടു പോയാല് പിന്നീട് ലോകവുമായി ഒരു ബന്ധമില്ലെന്ന് ആരാണ് മക്കളെ പഠിപ്പിക്കപ്പെട്ടത്? അത് ഇസ്ലാമിന്റെ ആശയത്തിനെതിരല്ലേ. ഇത് കേവലം ഒരു സംഭവം മാത്രമാണെങ്കിൽ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഉമറുൽ ഖാലി റഹിമഹുല്ലാഹ് അതിന് സാക്ഷിയല്ലേ, അതിന് പ്രൂഫല്ലേ. മഹാനായ അഹ്മദുൽ കബീർ തങ്ങള് അവിടുന്ന് പാടിയങ്ങ് പറഞ്ഞില്ലേ, നബിയേ എത്രയോ അകലെ നിന്ന് പല സമയത്തും ഞാൻ എൻ്റെ എല്ലാ ദിവസവും എൻ്റെ ആത്മാവിന് അങ്ങയുടെ സമീപത്തേക്ക് പറഞ്ഞു വിടാറുണ്ട്. ഇന്ന് പാവപ്പെട്ട ഈ അഹമ്മദിന്റെ കോടിയോട് കൂടെയാണ് നബിയേ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ സംഭവം ഇസ്ലാമിലില്ലേ മക്കളെ? ഖാജാ തങ്ങളുടെ കാത്തിരിപ്പിന് തിരശീല വീണുകൊണ്ട് നൂദിയ മിനർ റൗള, റൗള
റൗളയിൽ നിന്ന് വിളിയാളം വരുന്നു. എന്താ മക്കളെ വിളിച്ചു പറഞ്ഞത്? ഹാജാ തങ്ങളുടെ ആണ്ട് നടത്തിയാല് ആ ആണ്ട് പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നവരല്ലേ വിജയിച്ചവരാ? അവരോടല്ലേ നമുക്ക് മഹബത്ത് വേണ്ടത്? അജ്മീറിന്റെ പടനായകരെ സ്വീകരിച്ചവരല്ലേ വിജയിച്ചവര്? മക്കളെ റൗളയിൽ നിന്ന് വിളിക്കുകയാ, അനിദുഖുല് അനിദുഖുല് യാ മുഈനുദ്ദീൻ, സ്വാഗതം വരൂ വരൂ, കടന്നു വരൂ മുഈനുദ്ദീൻ. റസൂലുള്ള സപ്പോർട്ട് കൊടുത്തതാ, റസൂലുള്ളാന്റെ സപ്പോർട്ടുള്ള പേരാ മുഈനുദ്ദീൻ. ദീനിനെ സഹായിക്കുന്നവര്, ദീനിന്റെ ഒരു ഹെൽപ്പറാ ഖാജാ മുഈനുദ്ദീൻ. ദീനിന്റെ ഹെൽപ്പറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പാതയെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന വിധത്തില് പരിശുദ്ധമായ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, അനിദുഖുൽ യാ മുഈനുദ്ദീൻ, കടന്നു വരൂ കടന്നു വരൂ മുഈനുദ്ദീൻ. ഫദഖല ഫീഹാ മുസല്ലിമാ, ഖാജാ തങ്ങളങ്ങ് ചെന്നു റൗളയിലേക്ക്. ചില്ലറ മഹാനാണോ? റസൂലുള്ളാന്റെ പെർമിഷൻ വേണം എന്നാഗ്രഹിച്ചു നിൽക്കുമ്പോ വിളിക്കുകയാ, ഫദഖല ഫീഹാ മുസല്ലിമാ. സലാം ചൊല്ലിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ. അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. അങ്ങനെ الصلاة والسلام على أشرف المرسلين തങ്ങൾ മടക്കുക. آله وصحبه أجمعين. തങ്ങള് അവിടുത്തെ സലാമിന്റെ രീതിയിൽ ഹാജാ തങ്ങൾക്ക് സലാം തിരിച്ചു കൊടുക്കുകയാണ്. شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد الأمي طاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا حبيبنا
يا حبيب الله الصلاة والسلام عليك يا خير خلق الله خذ بيدي قلت هيلتي أدركني يا رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى ഈ വേൾഡിന്റെ എല്ലാ മാപ്പും കാണിച്ചു കൊടുക്കുകയാ يظلمون صدق الله العلي العظيم وقال نبينا محمد مصطفى صلى الله عليه وسلم نعمتان معبون عنهما كثير من الناس الصحة والفراغ ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ യോഗത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് അലങ്കരിച്ച പ്രിയ സുഹൃത്തും ഈ നാടിൻ്റെ ഇസ്ലാമിക ചൈതന്യം വളർത്തുന്നതിൽ അതീവ പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഉസ്താദ് ഇല്യാസ് അഹ്സനി ഉസ്താദ് അവരുകൾ, ഈ സ്റ്റേജിലിരിക്കുന്ന സ്വാഗതം ആശംസിച്ച ഷബീർ മുസ്ലിയാരടക്കമുള്ള ഉസ്താദുമാരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അല്പസമയം നമ്മൾ ഈ സംഗമിക്കുന്നത് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ലിഖാ കാണാൻ ഈ മജ്ലിസ് കാരണമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാമുക പ്രാർത്ഥനയോടുകൂടെ കൂടുതൽ മുഖപുരകളിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരുപാട് ജലാലിയ റാത്തീബ്, മൗലിദ്, അതുപോലെ ഒരുപാട് സദസ്സുകൾക്ക് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നാടിനൊരു ചൈതന്യമാണ്, നാടിനൊരു ബറക്കത്തും നാടിനൊരു ഇസ്സത്തുമായ ഈ സദസ്സിനെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, തസവുഫിന്റെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി കൊണ്ടവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച ഒരു ചരിത്രത്തിന്റെ സകല മുഅ്മിനീങ്ങളെ, അങ്ങകലെ വനാന്തരങ്ങളിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയാണ്. തൻ്റെ ഭൂമികളെല്ലാം നടന്ന് സഞ്ചരിച്ച് കാണുകയാണ്. തൻ്റെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആ തോട്ടത്തിന്റെ ഉടമ തൻ്റെ അടിമയെ കണ്ട സന്ദർഭത്തിൽ അവിടെയൊന്ന് ചെന്നുകൊണ്ട് കുശലാന്വേഷണം ചോദിച്ചു. എന്തൊക്കെയാണ് നിന്റെ സംസാരം, എന്തൊക്കെയാണ് നിന്റെ വർത്തമാനം, നിന്റെ ജീവിതത്തിന്റെ എങ്ങനെയെല്ലാം നിന്റെ ജീവിതം കഴിച്ചുകൂട്ടുന്നു എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ അടുത്ത് നിൽക്കുന്ന ചെറ്റക്കുടിലിന് മുമ്പിൽ നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് ആ മനുഷ്യൻ അന്താളിച്ചുകൊണ്ട് ചോദിച്ചു, എത്രേ ഈ സുന്ദരിയായ പെണ്ണാരാണ്? ഈ സുന്ദരിയായ പെണ്ണാരാണെന്ന് ചോദിക്കവേ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു കൊടുത്തു, അതെന്റെ ഭാര്യയാണ്, പ്രിയതമയാണ്, ഞാൻ ജീവനെ തുല്യം സ്നേഹിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവയവം പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിന്റെ മുഖത്തേക്ക് അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത ദിവസമായി ഞാൻ വരാമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടുന്ന് കടന്നു കളയുകയും അല്പ ദിവസങ്ങൾക്ക് ശേഷം ഈ അടിമയാകുന്ന തൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അടിമയോട് വന്നുകൊണ്ട് ഈ തോട്ടത്തിന്റെ യജമാനൻ പറഞ്ഞു, എത്രേ നിനക്ക് ഇന്നാലിന്ന സ്ഥലത്ത് ഞാൻ ജോലി നൽകിയിട്ടുണ്ട്, നീ അവിടെ പോയി ജോലി